അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സതീഷ് ഓക്കെ അല്ലേ? ദീപ് സർ ഓക്കെ. ഓക്കെ 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 ഓക്കെ. സിലു കേരളത്തിലോട്ട് സൈക്കിൾ ഓട്ടിക്ക് പോവാണോ? കേരളത്തിലോട്ടുള്ള ചവിട്ടാണോ? അല്ല അവിടെ നിന്നോ പോവണ സതീഷേ. ഇവിടെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടൊരു ചെടിയാണ്. ഇതെന്താണെന്ന് പറയാമോ? ഇത് കണ്ടിട്ട് എന്താണെന്ന് പറയുന്നവർക്ക് 100 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും. വേണ്ട, ഇത് എന്ത് ചെടിയാ? കണ്ട, നിറയെ ഉണ്ട്. ഇതാണ് റോസിൻ്റെ പൂവ് പോയ ശേഷമുള്ള റോസിൻ്റെ താഴത്തെ ഞെട്ടില്ലേ, അതിങ്ങനെ നിൽക്കുന്ന കണ്ടോ, റോസിൻ്റെ വിത്താണ് ഇതിനുള്ളിൽ. ഇത് കണ്ടോ, എക്സാക്റ്റ് റോസാണ്. മുള്ളുണ്ട് റോസിൻ്റെ ഇല, ഒരു വെറൈറ്റി ഓഫ് റോസാണിത്. കണ്ടോ, ഞങ്ങൾ ജിസ്പയിലാണുള്ളത്. രാവിലെ എത്ര മണിയായി നോക്കട്ടെ, 9:24. ഞാനും ദീപ് സാറും സതീഷും യുനം പീക്കിനെ കണ്ട് ലാൽ സലാം എന്നൊരു സൈറ്റ് അടിച്ചിട്ട് പോന്നു. കാരണം ഞങ്ങൾ കംപ്ലീറ്റ്, സാറ് പിന്നെ ഓക്കെ ആയിരുന്നു, ഞാനും സതീഷും ചെന്ന അന്ന് മുതലേ AMS അടിച്ച് യാതൊരു കിളിയുമില്ല. തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറക്കാൻ പറ്റുന്നില്ല, തലവേദന, ഛർദ്ദിക്കുന്നു, എന്ത് ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കുന്നു. 2 ദിവസം ട്രൈ ചെയ്തു, റെഡിയാവുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തെ വണ്ടിയിൽ ജിസ്പയിലേക്ക് കുറച്ച് താഴത്തേക്ക്, അതായത് നമ്മൾ 15,000 അടിയാണ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു 5,000 ഫീറ്റ് താഴേക്ക് വന്നു. ഇപ്പോൾ 10,000 ഫീറ്റിലാണ് ജിസ്പ ഉള്ളത്. നല്ല സ്ഥലം. ഞങ്ങൾ ഇവിടെ ഒരു ട്രക്കിങ്ങിന് നിന്ന് പോകുന്നുണ്ട് നാളെയും. നമ്മൾ ടീം തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരെ കൂടെ മണാലിയിലേക്ക് പോകും. എന്നിട്ട് ദിസ് ഈസ് ഓക്കെ ഫോർ അസ്. കാരണം നമ്മളുടെ എന്താ പറയുക, ജീവൻ മരണ പോരാട്ടമൊന്നുമല്ലല്ലോ. ഞാൻ അല്ലെങ്കിലും അങ്ങനെ ഓവർ എക്സൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല. പറ്റിയാൽ പറ്റും, ഞാൻ എപ്പോഴും അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ലേ. കിട്ടിയാൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്തുവോ, അതേ അവസ്ഥ തന്നെ. കാരണം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കവിടെ ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കുക. ദാറ്റ് ഐ എൻജോയ്ഡ്. ഇപ്പോൾ ജിസ്പ എത്തിയപ്പോഴേക്കും എല്ലാം റെഡിയായി. തലവേദന മാറി, കാലിൻ്റെ മരിപ്പ് മാറി, ഛർദി മാറി, ഭക്ഷണം കഴിച്ചു. ഇന്നൊരു മുട്ടയും ഒരു ഹാഫ് ആലു പറാത്തയും കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് ജിസ്പയിൽ കൂടെ. നല്ല രസമുള്ള സ്ഥലമാട്ടോ. ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ സായതിൻ്റെ കൂടെ ബൈക്ക് റൈഡ് പോയ സമയത്ത്. പക്ഷെ അന്ന് സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സ്ഥലമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ്, അബിമാസ് എന്നാണ് പറയുക. അടൽ ബിഹാരി ഇൻസ്റ്റിറ്റ്യൂട്ട്, അബിമാസ് മൗണ്ടനിയറിംഗ്, അങ്ങനെ മൗണ്ടനിയറിംഗ് സബ് സെൻറ്റർ അബിമാസ്. യെസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എത്തി. ഇവിടെ സ്റ്റേ എടുത്തു. നല്ല ഫെസിലിറ്റീസാണ്. അതിന് തൊട്ടിവിടെ ഹോട്ടലുണ്ട്. ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ രാത്രി ഡിന്നറും കഴിച്ചു. പട്ടിക്കുട്ട അവിടെ നിന്ന് തോന്നി. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു സ്റ്റേ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ക്ഷീണവും മാറി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്.
ഡോർമെട്രിയാണ് ഇവിടെ. ചൂടുവെള്ളമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല സുഖമായിട്ട് ഉറങ്ങി. നമുക്ക് ടെൻറ്റിലാവുമ്പോൾ കാറ്റടിച്ചിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ. ഇവിടെ വലിയ എന്തൊക്കെ പരിപാടികളുണ്ട്. വലിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കാൻ പോകാൻ തോന്നുന്നു. ഞങ്ങൾക്കൊരു കഞ്ഞി കുടിക്കാൻ അതിയായ ആഗ്രഹം. നല്ല മഴയൊക്കെ പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും നാട്ടിൽ നിന്ന് മെസ്സേജും വിളിയുമാണ്. ഇവിടെ ഭൂമി കുലുക്കം ഉണ്ട്, ഇവിടെ മഴയുണ്ട്, എന്തൊക്കെയുണ്ട് ഇവിടെ, നമുക്കൊന്നും പറയാൻ പറ്റുന്നല്ലേ. സതീഷ് ഇതാ ചീര. വേറെ ഒരു മാർഗ്ഗമില്ല, വിശപ്പ് കാരണം ഞങ്ങൾ സൈക്കിട്ട് കഞ്ഞി വെച്ചിട്ട് ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചീര പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഞങ്ങളിതാ ഫുള്ള് മഞ്ഞുമലകളുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇതാ അവിടെയാണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ അഭിമാസിൻ്റെ ഈ ഹോട്ടലിൽ. ഞങ്ങൾ ഇവിടുത്തുകാരുടെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കഞ്ഞിയും കുറച്ച് ചീരയില തോരനും ചീരയില താളിപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സതീഷ് ഇവിടെ ഇതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ പൂക്കളെ കണ്ടിട്ട് ഇവിടെ ഉണ്ട് സ്റ്റേ. പക്ഷെ നമ്മൾ അഭിമാസിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ട്. സൂപ്പർ, എന്തൊരു സ്വർഗം പോലത്തെ ഒരു സ്ഥലം. നമ്മളുടെ ചിന്തയിലും ഇപ്പോൾ അതുകൊണ്ട് ആ മലയുടെ മണ്ടയ്ക്കാണ് നമ്മുടെ ടീമുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ഓക്കെ കണ്ടോ മഞ്ഞുമല. അപ്പോൾ നമ്മളുടെ ചിന്തയിൽ ഫുള്ളിപ്പോൾ അവരാണുള്ളത്. അവർ 5 പേര് സേഫായിട്ട് ചെയ്തിട്ട് വരണം. വി ഓൾ വിത്ത് അവർ ടീം. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം കഞ്ഞി. എങ്ങനെയുണ്ട് ചീര കൂട്ടാൻ? ചീര താളിച്ച് നീ കഴിച്ചിട്ട് പറ. എൻ്റെ ഉമ്മയുടെ ചീര താളിപ്പാണിത്. भाई साहब वो मोनास्ट्री वो मोनास्ट्री कैसे जाएगा? इधर भी है? ഓക്കെ. നമ്മളിതാ അവിടെ നിന്നാണ് ഇന്നലെ വന്നത്. നമ്മളുടെ യുനം പീക്ക് ടീമെല്ലാം അവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ ഇതാ ലാഹോറിലെ ജിസ്പ ഇതിലേ പോവാന്ന്. ഞാനും സതീഷും ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു സൂപ്പർ കഞ്ഞി ബസ്മതി അരി കൊണ്ടുണ്ടാക്കി ചീര താളിപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ ഏകദേശം 5 മണിയായി സമയം. ദീപ് സാറും ഞാനും ഈവനിങ് രാത്രി ഞങ്ങൾ ഫ്രൂട്ട്സാണ്. ഈ പശുവിന് വയ്യ, ഇതിനെന്തോ കോച്ച് പിടിച്ചിട്ടുണ്ട് അല്ലേ. യോജിക്കുന്ന സ്ഥലം. എന്ത് പീച്ചാണോ എന്തോ ഒരു ഫ്രൂട്ട്, നല്ല നിറയെ കൊലകൊലയായിട്ടുണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ആപ്പിളൊന്നുമല്ല, എന്തോ ഒരു ഫ്രൂട്ടാട്ടോ. അല്ലേ സാറ്? നമസ്തേ. आपका नाम क्या है? बहुत लंबा चौड़ा है हमारा नाम। लंबा चौड़ा होता है, आपको नहीं आएगी। एक्चुअली ये क्या है? हमारे को नहीं आएगी, फिर क्या करें? हाँ, इसमें आप क्या करेंगे? हाँ देव प्रीति के लिए। हाँ और ये बुद्ध का है? बुद्ध श्री बुद्ध, भगवान श्री बुद्ध के लिए। ओम मने पद्मे हूँ, ओम मने पद्मे हूँ। अयो स्पीड में ओम मने पद्मे हूँ, मने पद्मे हूँ, मने पद्मे। हमने ना जो पाप किए ना मने पद्मे हूँ बोले वो। നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രിയുടെ ഒരു പ്രാർത്ഥന സ്ഥലം. നമ്മളിവരുടെയൊക്കെ കൂടെ സംസാരിക്കും. दीदी अभी गाय आएंगे? हाँ बेबी अब गाय आएगी। गाय ओके, हम थोड़ा नीचे जाके वापस आएंगे, बाद में आपका घर
आएंगे। आपकी मर्जी भाई। जो चाय नहीं चाहिए, हम देखने को। चाय भी पिलाएगा, खाना भी खिलाएगा, थोड़ी हम लोग डरते नहीं है। खिलाने पिलाने में हम पीछे नहीं बैठते। अच्छा नहीं आता। मैं तो आती नहीं। है ये मेरा YouTube चैनल में मैं डालूंगी। अच्छा, मेरा YouTube चैनल है अच्छा। जिलजिला खालड़ी। अच्छा जिलजिला खालड़ी। खालड़ी नहीं कालड़ी। कालड़ी कालड़ी। अच्छा यूट्यूब चलाते आप? ठीक है, बहुत कमाते। നമ്മൾ ഒരു ഇന്നലെ നമ്മൾ ഇതേപോലെ ഒരു മഴവില്ല് കണ്ടല്ലേ, വരുന്ന വഴിയിൽ സൂപ്പർ ഒരു മഴവില്ല്. ദിസ് ഇസ് ഭൂട്ടാനി മെഡിസിൻ, ടിബറ്റൻ മെഡിസിൻ ഷോപ്പിൽ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ വെറുതെ കയറിയതാണ്. പ്രത്യേക രീതിയിലാണിത്. ഇത് ഇറ്റ്സ് ആയുർവേദിക്, ടിബറ്റൻ ആയുർവേദിക്. ഇവിടെ ഒരു ടിബറ്റൻ ക്ലിനിക്കിൽ ഞങ്ങൾ വന്നതാണ്. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഡോക്ടറോട് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. नंबर 13 नॉर्थ एवेन्यू श्रीनगर कॉलोनी। पेशाब सही से जा रहा है? മൂത്രം കറക്റ്റ് പോകുന്നുണ്ടോ? क्या? चपाती से नहीं मुझे चपाती। ये हमारा गंजी हमारा केरल का नेशनल फूड है, देशीय फूड। വളരെ രസകരമായ അനുഭവങ്ങളുമായി നമ്മൾ ഒരു ദിവസം കൂടെ കടന്നു പോവുകയാണ്. യാത്രകൾ എത്ര സുന്ദരമാണെന്ന് ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. റെഡിമെയ്ഡ് യാത്രകൾ ഒരിക്കലും അതിന്റെ സൗന്ദര്യം കിട്ടില്ല. അല്ല സർ, റെഡിമെയ്ഡ് യാത്രകൾക്ക് സൗന്ദര്യം ഇല്ല. രാവിലെ ഉണ്ടാക്കി കഞ്ഞി അൺപ്രഡിക്റ്റബിലിറ്റിയാണ് അതിന്റെ അവസ്ഥ അറിയാലോ. ഞാൻ എടുക്കാം കുറച്ച്. ആദ്യമേ നമ്മുടെ പണി കളയാനേ നോക്കുള്ളൂ. അത് കൂടെ കഞ്ഞി നല്ല തോരൻ. അതിൽ സംശയം ഉണ്ടാകുന്നു, സിലുവിന് അബദ്ധം പറ്റി ചീരയ്ക്ക് വരാൻ കഞ്ചാവാണോ? ഇനി കഞ്ചാവിന്റെ ഇലയാണോ? കഞ്ചാവിന്റെ ഇലയല്ല, നല്ല നാടൻ ചീരയാണ്. സർ ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम सुनील मैम, सुनील SUNIL। कैम है जियोन हाईवे दाबा, जिस्पा में जियोन हाईवे दाबा बेस्ट ഹോസ്പിറ്റാലിറ്റി അല്ലേ സാർ? കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജിസ്പയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ റിമാസിൻ്റെ ഓപ്പോസിറ്റ് സിയോൺ ഹൈവേ ദാബ നല്ല പോസിറ്റീവാണ്. എവിടെയാണെങ്കിലും ഫുഡ് കഴിക്കാനും സ്റ്റേ ചെയ്യാനും ഒക്കെ ബെസ്റ്റാണ്. ഞാനിപ്പോൾ കഞ്ഞി കുടിക്കും. അതെ, so sincere, Thank so you. friendly. we will come with our family. Okay.